എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഹസർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റായി പോയി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളായിട്ട് വളരെ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി 7up വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. നമ്മളിന്ന് ചെയ്യാൻ പോണത് അടിപൊളി ഒരു മൊജീറ്റോ ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൊജീറ്റോ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ചെറുനാരങ്ങ വേണം, പിന്നെ അതുപോലെ പച്ചമുളക്, പിന്നെ ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ നമ്മുടെ മിൻറ്റ്, പുതിന. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ചെറുനാരങ്ങ സെൻറ്റർ മുറിച്ച് കൊടുക്കുക, എന്നിട്ട് നേരെ നമ്മൾ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. സെൻറ്റർ ഇതുപോലെ കീറി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, അപ്പോൾ അടുത്തത് ഉപ്പ്. ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, കാരണം മധുരം കൂടി വരാനുള്ളതാണ് 7upൻ്റെ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് സ്പൂണായിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കുക. ഓക്കെ, നന്നായി ചതച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മിൻറ്റ് ഇറക്കി കൊടുക്കുക. മിൻറ്റ് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മൾ 7up ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നൈസായിട്ടൊന്ന് കുടിച്ചു നോക്കാം. പുളി നല്ല സ്പൈസി ഫ്ലേവറായിട്ട് വരുന്നത്, നല്ല മധുരവും ഉപ്പും നല്ല എരിവൊക്കെ ഉണ്ട്. രക്ഷയില്ല, അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം ഉഷാറാണ്. ഇപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നന്നായിട്ട് നമുക്ക് ദാഹിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ 2 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളെ കുളത്തിൽ വെള്ളമൊക്കെ കൂടിയുണ്ട്. ഏകദേശം നമ്മളെ കിണറൊക്കെ മൂടാറുള്ള അവസ്ഥയിലായിക്കണ്. നമ്മളെ പാടത്തുള്ള കണ്ടം പൂട്ടലൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാ കണ്ടും പൂട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇവിടെ പാടത്ത് വിത്തൊക്കെ ഇട്ടുണ്ട്, ഞാൻ കാണിച്ചു തരട്ടോ. അപ്പോൾ നമ്മൾ പാടത്ത് നെല്ലിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുളച്ച് വരാൻ തുടങ്ങും. ഇവിടെ ഫുള്ളാവും കേട്ടോ, ഫുള്ള് നല്ല അടിപൊളി നെൽകൃഷി ആവും കേട്ടോ ഈ ഏരിയ മൊത്തം. നമുക്ക് പതുക്കെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പോയാ എവിടെ ഇറങ്ങി വിട്ടോ, സാധനം വിടണ്ട, പിടിച്ചോ. ഞാനേ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ പൈപ്പിൽ നിന്നേ കണ്ണം ചാടി വന്നിട്ട് കേട്ടോ. ഞാൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഓ, തൂറ്റി വിടുന്നതാ. കിട്ടും തോന്നില്ല മോനെ. അവസാനം പിടിച്ചു. കിട്ടി. അയ്യോ, നല്ല നാടൻ വരാല്. ഒരുപാട് മീൻകുട്ടികൾ ചത്തുപോരുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ കിട്ടായിട്ടാണ്. ഇവിടെ വെള്ളം
അടഞ്ഞിരുന്നിട്ടേ ഒരുപാട് പരലും കുട്ടികൾ ചത്തുയിരുന്നു. എന്താലേ ഇതാണ് കേട്ടോ നമ്മളെ ചെക്കൻ. ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ. എല്ലാവരെയും കൊണ്ടുപോയി പോയിക്കാളാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.